ശ്രീ കെ പി നൌഷാദ് അലി, മോദി ഘടകകക്ഷികളുമായി ചേർന്നു പോകുമോ എന്നതിനേക്കാൾ പ്രസക്തമായ വിഷയം ഇന്ത്യ ബ്ലോക്ക് ഒന്നിച്ചു പോകുമോ എന്നതാണ് എന്ന് തോന്നുന്നു. നോക്കൂ, ഇന്നിപ്പോൾ 99+1 100 സീറ്റുകൾ കോൺഗ്രസിനുണ്ട്. ഘടകകക്ഷികളെ പിളർത്താൻ പോയാൽ ഒരുപക്ഷെ ചിലപ്പോൾ പണി കിട്ടുമെന്നുള്ളത് കൊണ്ട് കോൺഗ്രസിനെ നാളെ പിളർത്തി BJP-യിൽ ചേർത്തുകൂടാ എന്നില്ല. കാര്യങ്ങൾ എപ്പോഴും ഒരേ രീതിയിൽ മുന്നോട്ട് പോകണമെന്നില്ല. ചിലപ്പോൾ എന്തും സംഭവിക്കാം. ഏത് തരത്തിലും രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറാം. അത് നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എപ്പോഴും കണ്ടിട്ടുണ്ട്. പ്രതിപക്ഷത്തെ നോക്കൂ, ഈ പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നിരീക്ഷണം രണ്ടു പേർക്കും തുല്യ ശക്തി ഏതാണ്ടുണ്ട് എന്നുള്ളതാണ്. അല്പം അംഗങ്ങൾ കൂടുതലാണെങ്കിൽ പോലും പ്രതിപക്ഷ ബെഞ്ചുകൾ ഇനി മിണ്ടാതിരിക്കില്ല എന്ന് നമുക്ക് കാണാം. പക്ഷേ മിണ്ടാതിരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ ബ്ലോക്കിന് കഴിയുമോ? നികേഷിൻ്റെ ചോദ്യം അതൊരു ദോഷൈക ദൃക്കിനെ പോലെ തന്നെ അങ്ങനെയൊന്നും കടത്തി ചോദിക്കേണ്ട കാര്യമില്ല നികേഷ്. കാരണം അങ്ങനെയൊന്നുള്ള ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇവിടെ ഇല്ലല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്തരത്തിലാണ് ഈ 100 അംഗങ്ങളിലേക്ക് കോൺഗ്രസ് എത്തിയത് എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ അംഗങ്ങൾക്കും അറിയാം. അപ്പോൾ അത്തരമൊരു ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തമാവുന്നൊരു ഇടമൊന്നും ഇപ്പോൾ ഇല്ല. ഞാനിതിനകത്ത് നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഒരു അന്തർഗതം എന്താണെന്ന് വെച്ചാൽ, ഈ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയൊക്കെ ഈ 10 വർഷത്തെ പ്രത്യേകതകൾ മുൻനിർത്തിയാണ് നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അവരുടെ ആ പ്രത്യേകതകൾ ഏറ്റവും കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഈ സ്പീക്കർ പദവിക്കൊക്കെ വേണ്ടി TDP തൊട്ട് നിതീഷ് വരെ ഇങ്ങനെ വാശി പിടിക്കുന്നത്. ഭരണഘടനയുടെ 10ാം ഷെഡ്യൂളൊക്കെ സ്പീക്കർക്ക് നൽകുന്ന സവിശേഷമായ അധികാരങ്ങളെക്കുറിച്ച് അവർക്കറിയാം. അത്തരത്തിൽ ആ പാളയത്തിലാണ് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന നീക്കങ്ങൾക്ക് തടയിടാനുള്ള മുൻകൂർ ചെക്ക്മേറ്റുകളെയൊക്കെ ഇപ്പൊ തന്നെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ TDPക്ക് സ്പീക്കർ പദവി കിട്ടിയിട്ടുണ്ട്. ശ്രീ കെ പി നൌഷാദ് അലി, അല്ല, ഒരു തർക്കമില്ല. ബാലയോഗിയൊക്കെ സ്പീക്കറായിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ BJP-യും ജനസംഘവും ഒന്നും അല്ലല്ലോ കഴിഞ്ഞ 10 കൊല്ലം. ഞാൻ പറഞ്ഞില്ല, ഈ ജനസംഘം എന്നൊരു പാർട്ടി ഇന്ദിരാഗാന്ധിയെ നേരിടാൻ മറ്റൊരു പാർട്ടിയിൽ പോയി ലയിച്ചു ചേർന്നിട്ടുണ്ട്, ജനതാ പാർട്ടി ആയിട്ടുണ്ട്. 1980-കളുടെ ആദ്യം BJP രൂപവൽക്കരിക്കപ്പെട്ടിട്ട് സോഷ്യലിസവും ലിബറൽ ആശയങ്ങളുമായിരുന്നു ആദ്യത്തെ 6-7 കൊല്ലം അവരുടെ അജണ്ട. 80-കളുടെ അവസാനമാണ് രാമജന്മഭൂമിയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അവർ വർഗീയമായി മാറിയത്. ആ പാർട്ടിക്ക് പല ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു. വാജ്പേയി ഇവിടെ മുന്നണി സർക്കാരിനെ നയിച്ചിരുന്നു. സമതയെയും മമതയെയും ലളിതയെയും ഒരേപോലെ കൊണ്ടുപോയ ആളൊക്കെയായിരുന്നു. എന്നാൽ ഈ 10 കൊല്ലമായിട്ട് കണ്ട നരേന്ദ്രമോദിയും അമിത്ഷായും അങ്ങനെയായിരുന്നോ? അവർക്ക് ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് വല്ല വിലയുമുണ്ടായിരുന്നോ? പാർട്ടികളെ പുലർത്തുന്നു, ആളുകളെ പർച്ചേസ് ചെയ്യുന്നു, ബില്ലുകൾ ചർച്ച കൂടാതെ പാസ്സാക്കുന്നു, പ്രതിപക്ഷ MP-മാരെ 140 പേരെ ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്യുന്നു, പ്രതിപക്ഷ അംഗങ്ങളെ അയോഗ്യരാക്കുന്നു, അവരെ അപമാനിച്ച് സ്വന്തം വീടുകളിൽ നിന്ന് ഇറക്കി വിടുന്നു, പരസ്യമായിട്ട് ED-യെയും മറ്റ് ഏജൻസികളെയും ആളുകളുടെ വീടുകളിലേക്ക് പറഞ്ഞയക്കുന്നു, അങ്ങനെയുള്ള ഭീഷണികൾ മുഴക്കാൻ മടി കാണിക്കാതിരിക്കുന്നു, സ്വയം ദൈവമാണെന്ന് പറയുന്നു, ചർച്ചയ്ക്ക് പോലും ഒരാളെയും ക്ഷണിക്കുകയോ കാണുകയോ ചെയ്യുന്ന പതിവില്ല, എല്ലാം അമാനുഷിക പരിവേഷത്തിൽ നടത്തുന്നു, മുതിർന്ന സ്ഥാപക നേതാക്കളെ അടക്കം കണ്ടാൽ ഗൗനിക്കാതെ കടന്നുപോകുന്ന വല്ലാത്തൊരു അഹങ്കാരത്തിന്റെ ധിക്കാരത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിലായിരുന്നില്ലേ അവരൊക്കെ താഴേക്ക് ഇറങ്ങി വന്നിപ്പോ മുന്നണി സങ്കല്പങ്ങളെ കുറിച്ചൊക്കെയാണല്ലോ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ അതൊക്കെ അങ്ങ് പറഞ്ഞോളൂ അങ്ങയുടെ അവസരത്തിൽ. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളാണ് നമ്മൾ ഈ പറഞ്ഞ താരതമ്യത്തിന് നിങ്ങൾ വിധേയമാക്കേണ്ടത്. അവർക്ക് എല്ലാം പറഞ്ഞ് അവരുടെ ഈ കോമ്പല്ലുകളൊക്കെ കൊഴിഞ്ഞുപോയി നികേഷ്. അവരുടെ ദംഷ്ട്രകളൊക്കെ ഇനി പിന്നെ ആ പരിപ്പുകളൊന്നും വേവില്ല. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കില്ല. അത്തരം ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യൻ പാർലമെൻറ്റ് മാറിയിട്ടുള്ളത്. ഇവിടെ എത്ര നിർണായക ബില്ലുകൾ മിനിറ്റുകളുടെ ചർച്ച വെച്ച് ഇവിടെ അവസാനിച്ചു. രാജ്യസഭ കാണിക്കേണ്ടതില്ലാത്ത മണി ബില്ലുകളുടെ പരമ്പര തീർത്ത 10 വർഷമാണ് കഴിഞ്ഞു പോയത്. ജനാധിപത്യപരമായ എന്ത് ചർച്ചകൾക്ക്, എന്ത് സംഭാഷണങ്ങൾക്കും വിനിമയങ്ങൾക്കുമാണ് ഇന്ത്യൻ പാർലമെന്റിൽ പ്രസക്തി ഉണ്ടായിരുന്നത്? ആ കാലമൊക്കെ മാറി പുതിയ കാലം തിരിച്ചു വരികയാണ്. അതിന് ഇടവും വലവും കൂടെ നിൽക്കുന്ന നായിഡുവും നിതീഷും തന്നെ എത്തരത്തിലൊക്കെ വരുംകാല പ്രതിസന്ധികൾ ഇവരുടെ സ്വഭാവം വെച്ചുണ്ടായാൽ ബ്ലോക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചാണ് ഇപ്പോഴേ അവർ ഓരോ ചുവടും മുന്നോട്ട് വെക്കുന്നത്. ഈ പറഞ്ഞ നിതീഷ് കുമാറാണല്ലോ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത്. ആ
മുന്നണി ഉണ്ടാക്കാൻ അദ്ദേഹം മെനഞ്ഞെടുത്ത ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? ആ മനുഷ്യന് ഇന്ന് ഒറ്റക്കെട്ടായി നിരുപാധിക പിന്തുണ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ അത് പിന്നെ വെള്ളം തൊടാതെ വിഴുങ്ങാൻ മാത്രം വിഡ്ഢികളാണോ BJP-ക്കകത്തുള്ളത്? അവരെ നമ്മൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുമോ? നായിഡുവിനെ അവർക്കറിയില്ലേ? ഇവിടെ പവൻ കല്യാൺ അദ്ദേഹത്തിൻ്റെ 2 സീറ്റ് നായിഡുവിൻ്റെ തൊട്ട് പിറകെയുണ്ട്. അങ്ങനെയൊക്കെ ഇതൊരു ആടി ഉലയുന്ന ഭരണമാണ്. നരേന്ദ്രമോദി എന്നയാൾ വാജ്പേയിക്കോ അതിന് താഴേക്കോ സമാനനായി പോയിട്ടില്ല എങ്കിൽ ഈ ഭരണം ഒരിഞ്ചു പോലും മുന്നോട്ട് പോവുകയില്ല. ശരിയാണ്. ഞാൻ അഡ്വക്കേറ്റ് നാരായണ നമ്പൂതിരിയിലേക്ക് വരാം. ശ്രീ എം പ്രകാശ്